ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാകളങ്ങൾ ഊരിടുമ്പോ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും പ്രിയരെ, ആ യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശരീരവുമായി സ്വർഗത്തിലേക്ക് കരയേറി പോകുന്നതിന് തൊട്ടു മുമ്പായി കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആമീൻ കൽപ്പനയാണ് ആമീൻ നാം ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. സ്നാനത്തിനു വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം ഇതാണ്. നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പന എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാണ്. ആ ആലോചന നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമണ്ഡലങ്ങളെ വിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താളഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപം തോളിൽ വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രൂശിന്മേൽ യാഗമായി തീർന്നു. ഈ യാഗമണ്ണം നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്നുവോ? റോമൻ ഗവൺമെന്റിന്റെ മുദ്രയാൽ അടക്കപ്പെട്ട കല്ലറയിൽ അടക്കം ചെയ്ത് മൂന്നാം നാൾ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർക്കാകെ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും തനിക്ക് വേണ്ടി ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ കർത്താവിൽ നീ വിശ്വസിക്കുന്നുവോ? കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് വിശുദ്ധന്മാരോടുകൂടെ കൂട്ടായ്മ കൂടി അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ദൈവം നിനക്ക് നൽകുന്ന ആയുസ് ദൈവസഭയോട് ചേർന്ന് പോകുവാൻ നിന്നെ സമർപ്പിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ളത് ദൈവകൽപ്പനയാകയാലും ഈ പ്രിയ മകന്റെ വിശ്വാസം ഏറ്റുപറച്ചിനാലും ഞാനിവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തും. ജീവവരുന്ന വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ളത് ദൈവകൽപ്പനയാകയാലും ഈ പ്രിയമകളുടെ വിശ്വാസം ഏറ്റുപറച്ചിനാലും ഞാനിവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തും. ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നത് ദൈവകൽപ്പനയാകയാലും നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറച്ചിനാലും ഞാനിവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തും. ഞാനിവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തും. കർത്താവിൽ പ്രിയരെ, ഇതാ മഹത്വകരമായ ശുശ്രൂഷ ഇവിടെ നാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സ്നാന ശുശ്രൂഷയിൽ പങ്കുചേർന്നതായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്, ഇതാ വെള്ളം കൂടെയുണ്ട്, സ്നാപകനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെടുവാൻ സമർപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരുവാനുള്ള അവസരമുണ്ട്.